കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നുവന്ന മലയാളി പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. അവഗണനകളുടെയും തഴയപ്പെടലുകളുടെയും നീണ്ട നിര മുന്നിലുണ്ടായിട്ടും ഓരോ തിരിച്ചടിക്കും തന്റെ കളി മികവുകൊണ്ട് മറുപടി നൽകിയ പോരാളി. 31 വയസ്സിൽ നിൽക്കുമ്പോൾ മലയാളികളായ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന അപൂർവ നേട്ടങ്ങൾ സഞ്ജു സ്വന്തമാക്കി കഴിഞ്ഞു. 2 T20 ലോകകപ്പ് കിരീടങ്ങൾ, അതിൽ 2026 T20 ലോകകപ്പിൽ മുന്നിൽ നിന്ന് നയിച്ച് ട്രോഫി അലമാരിയിലെത്തിച്ച സഞ്ജു എന്ന നായകൻ. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സഞ്ജു എന്ന ബാറ്റ്സ്മാനെയോ നായകനെയോ കുറിച്ച് മാത്രമല്ല. സഞ്ജു സാംസൺ എന്ന IPL ക്യാപ്റ്റൻ വളർത്തിയെടുത്ത, അദ്ദേഹത്തിന്റെ തണലിൽ നിന്ന് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് ഉയർന്നുവന്ന ആ 3 അത്ഭുത താരങ്ങളെക്കുറിച്ചാണ്. ആ കഥകളിലേക്ക് പോകുന്നതിനു മുൻപ് സ്പോർട്സ് ബീറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പലവട്ടം മാറ്റി നിർത്തിയപ്പോഴും സഞ്ജു എന്ന താരം വീണുപോയില്ല. തനിക്ക് ലഭിച്ച അവസരങ്ങളിൽ പൊരുതി കയറി. IPL രാജസ്ഥാൻ റോയൽസിന്റെ നായകനായപ്പോൾ നമ്മൾ കണ്ടത് സഞ്ജുവിലെ മികച്ച തന്ത്രജ്ഞനെയാണ്. രാജസ്ഥാനെ ഫൈനൽ വരെ എത്തിച്ച ആ ക്യാപ്റ്റൻസി മികവ് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ക്രീസിൽ ബാറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ മാന്യതയും ദീർഘവീക്ഷണവും സഞ്ജു തന്റെ ടീമിലെ യുവതാരങ്ങളെ വളർത്തുന്നതിലും കാണിച്ചു. സഞ്ജുവിന് കീഴിൽ IPL അരങ്ങേറ്റം കുറിക്കുകയും പിന്നീട് ഇന്ത്യയുടെ ജേഴ്സി അണിയുകയും ചെയ്ത ആ 3 പ്രമുഖ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി നോക്കാം. ഈ പട്ടികയിലെ ആദ്യത്തെ താരം ധ്രുവ് ജുറേലാണ്. ഇന്ന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി ജുറേൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് കീഴിലായിരുന്നു. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ എന്ന നായകന് കീഴിലാണ് ജുറേൽ തന്റെ IPL അരങ്ങേറ്റം കുറിക്കുന്നത്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തനിക്കുള്ള കഴിവ് തെളിയിക്കാൻ ജുറേലിന് സഞ്ജു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ടതോടെ ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലേക്കും ടോപ്പ് ഓർഡറിലേക്കും ജുറേലിനെ മാനേജ്മെന്റ് പരിഗണിക്കാൻ തുടങ്ങി. ലഭിച്ച അവസരങ്ങളിലെല്ലാം ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ ഈ യുവതാരത്തിന് സാധിച്ചു. ഒരു വിക്കറ്റ് കീപ്പറെ എങ്ങനെ നയിക്കണം എന്ന് സഞ്ജുവിനേക്കാൾ നന്നായി ആർക്കാണ് അറിയുക? ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ജുറേൽ തിളങ്ങുമ്പോൾ അതിൽ സഞ്ജു എന്ന നായകന്റെ വലിയൊരു സ്വാധീനമുണ്ട്. രണ്ടാമത്തെ താരം വളരെയധികം വിസ്മയം സൃഷ്ടിച്ച ഒന്നാണ്, വൈഭവ് സൂര്യവംശി. 2025 സഞ്ജു സാംസന് കീഴിലാണ് വൈഭവ് തന്റെ IPL അരങ്ങേറ്റം നടത്തുന്നത്. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് IPL പോലൊരു വമ്പൻ വേദിയിൽ അവസരം നൽകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന മനുഷ്യന്റെയും നായകന്റെയും മഹത്വം നമ്മൾ കാണുന്നത്. ഈ 14കാരനായ വൈഭവിനു വേണ്ടി സഞ്ജു തന്റെ സ്വന്തം ഓപ്പണർ റോൾ പോലും വിട്ടുകൊടുത്തു. ഒരു ക്യാപ്റ്റൻ തന്റെ വ്യക്തിഗത റെക്കോർഡുകളേക്കാൾ ടീമിലെ യുവതാരത്തിന്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകിയ അപൂർവ നിമിഷം. സഞ്ജു വഴിമാറിക്കൊടുത്തതുകൊണ്ട് മാത്രമാണ് വൈഭവിന് തന്റെ കഴിവും ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലിയും ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കാൻ സാധിച്ചത്. വൈഭവിന്റെ കരിയറിൽ ഇതൊരു വലിയ വഴിത്തിരിവായി മാറി. തനിക്ക് സഞ്ജു നൽകിയ പിന്തുണകളെക്കുറിച്ച് വൈഭവ് തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. IPL കഴിഞ്ഞെങ്കിലും ആ ബഹുമാനം വൈഭവ് ഇപ്പോഴും സഞ്ജുവിനോട് കാത്തുസൂക്ഷിക്കുന്നു. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ സഞ്ജുവിനൊപ്പം ഒട്ടേറെ സമയം ചെലവഴിക്കാൻ വൈഭവ് തയ്യാറായി. സഞ്ജുവിനോട് അളറ്ററ്റ ആരാധനയുള്ള ഒരു ശിഷ്യനായി വൈഭവ് ഇന്നും തുടരുന്നു. മൂന്നാമത്തെ താരം ഇന്ത്യയുടെ വേഗതയേറിയ പേസർ കുൽദീപ് സെന്നാണ്. 2022 IPL രാജസ്ഥാൻ റോയൽസിലേക്ക് കുൽദീപ് എത്തുമ്പോൾ സഞ്ജു സാംസൺ ആയിരുന്നു നായകൻ. സഞ്ജുവിന്റെ കൃത്യമായ പിന്തുണയും പ്ലാനിങ്ങും കുൽദീപ് സെന്നിന്റെ ബൗളിങ്ങിന് വലിയ ആത്മവിശ്വാസം നൽകി. IPL മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ ഇന്ത്യയ്ക്കായി ഒരു ഏകദിന മത്സരം കളിക്കാൻ 29കാരനായ കുൽദീപിന് സാധിച്ചു. പരിക്കുകളും മറ്റു ചില തിരിച്ചടികളും നേരിട്ടെങ്കിലും ഇനിയും ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായി തിരിച്ചുവരാൻ കഴിവുള്ള പേസറാണ് കുൽദീപ് സെൻ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തുവന്നത് സഞ്ജു സാംസൺ എന്ന നായകന് കീഴിലായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് യശസ്വി ജയ്സ്വാൾ. സ്റ്റീവ് സ്മിത്ത് രാജസ്ഥാൻ നായകനായിരിക്കെയാണ് ജയ്സ്വാൾ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ജയ്സ്വാൾ എന്ന ഭയമില്ലാത്ത ഓപ്പണർ വളർന്നു പന്തലിച്ചത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. ഇന്ന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ പ്രധാന ഓപ്പണറാണ് ജയ്സ്വാൾ. ഏകദിനത്തിലും 2020 പ്രധാന ബാക്കപ്പ് ഓപ്പണറായി ഇന്ത്യ പരിഗണിക്കുന്നതും ജയ്സ്വാളിനെ തന്നെ. ജയ്സ്വാളിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ സഞ്ജു നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസൺ എന്ന കളിക്കാരന് അർഹിച്ച അവസരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും.
ഇന്ത്യയുടെ T20 ടീമിന്റെ നായകനായി പോലും പരിഗണിക്കപ്പെടേണ്ട താരമായിരുന്നു സഞ്ജു. പക്ഷേ നിരന്തരമായ താഴെപ്പെടലുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എങ്കിലും സഞ്ജുവിന് ഇപ്പോഴും അഭിമാനിക്കാം. മൈതാനത്ത് ബാറ്റുകൊണ്ട് റൺസ് അടിച്ചുകൂട്ടിയത് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നട്ടെല്ലാകാൻ പോകുന്ന ഒരു പിടി മികച്ച ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ സഞ്ജുവിന് സാധിച്ചു. ജുറേലും വൈഭവും കുൽദീപും ജയ്സ്വാളുമെല്ലാം സഞ്ജു എന്ന നായകന്റെ മികവിന് തെളിവാണ്. സഞ്ജു സാംസൺ എന്ന നായകന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി ക്രിക്കറ്റ് വിശേഷവുമായി വീണ്ടും കാണാം.